ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ വീണ്ടും ഒരു ചാലഞ്ചായിട്ട് എത്തിയിരിക്കുകയാണ്. നോ ഹാൻഡ് വേഴ്സസ് വൺ ഹാൻഡ് ഫുഡ് ഈറ്റിംഗ് ചാലഞ്ച്. ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ കുട്ടിക്കുറുമ്പൻ ജയിക്കു ഉണ്ട്. ജയിക്കു ഒരു ഹായ് പറഞ്ഞ ജയിക്കു. ഹായ്. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നതാണ്, ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് ആ സമയമായപ്പോൾ എണീറ്റ് വന്നു. അപ്പോൾ നമ്മുടെ ഫുഡ് നോ ഹാൻഡ് വേഴ്സസ് വൺ ഹാൻഡ് ഫുഡ് ഈറ്റിംഗ് ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടീസ് വന്നിട്ട് ഞാൻ ഇതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് 2 നോട്ട്സാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് നോട്ടിൽ നോ ഹാൻഡ് എന്നും സെക്കൻഡ് നോട്ടിൽ നമ്മൾ വൺ ഹാൻഡ് എന്നുമാണ് എഴുതിയിരിക്കുന്നത്. അതൊന്ന് കാണിച്ചു കൊടുത്തേക്ക് അവർക്ക്. നോ ഹാൻഡ് വൺ ഹാൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലോട്ട് എടുത്തിട്ട് ഫസ്റ്റ് നോ ഹാൻഡ് കിട്ടുന്നവർക്ക് ഇതിൽ പേസ്ട്രിയാണ്, വൺ ഹാൻഡ് കിട്ടുന്നവർക്ക് ഇതിൽ ഡയറി മിൽക്ക് മൂസാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ലോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് നോ ഹാൻഡ് കിട്ടുന്ന ആൾ കൈ ഉപയോഗിക്കാതെ പേസ്ട്രി കഴിക്കണം. അതേപോലെ തന്നെ വൺ ഹാൻഡ് കിട്ടുന്ന ആൾ ഒരു ഹാൻഡ് വെച്ചിട്ട് നമ്മുടെ ഡയറി മിൽക്ക് പൊട്ടിച്ച് കഴിക്കണം. അപ്പോൾ ഇതാണ്. അപ്പോൾ വൺ ഹാൻഡിൻ്റെ കടിച്ചു പൊട്ടിക്കാൻ പറ്റുമോ? ഇല്ല, നമ്മൾ വൺ ഹാൻഡ് വെച്ചിട്ട് ചെയ്യുന്ന ആൾക്കാർ ഇത് കൈവച്ച് തന്നെ പൊട്ടിക്കണം. അതെ, കൈവച്ച് തന്നെ പൊട്ടിക്കാൻ വേണം. ഇതിന് മീൻസ് വായ വെച്ച് കടിച്ച് പൊട്ടിക്കരുത്. അതേപോലെ തന്നെ നോ ഹാൻഡ് കിട്ടുന്നവർ കൈ ഉപയോഗിക്കാനേ പാടില്ല. എങ്ങാനും പ്ലേറ്റ് പോലും കൈ ഉപയോഗിക്കാൻ പാടില്ല. പ്ലേറ്റ് തൊട്ടാൽ നമ്മൾ ഈ ഗെയിമിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ആകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ റൂൾസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ജയിക്കു ലോട്ടിടാൻ പോവാണേ. ഓക്കെ, എനിക്ക് നോ ഹാൻഡ്. എനിക്ക് കിട്ടിയത് നോ ഹാൻഡ് ആണ്. എനിക്ക് കിട്ടിയത് വൺ ഹാൻഡ് ആണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പം മത്സരം സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് ഫസ്റ്റ് നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. 3, 2, 1 സ്റ്റാർട്ട്. ഇത് ഇച്ചിരി ടാസ്ക്കാണ് കേട്ടോ. ഇത് മിക്കവാറും ഞാൻ നോക്കുന്ന ലക്ഷണം ഞാൻ കാണുന്നു. ജയിക്കുന് വേണമെന്ന് പറയുന്നത്. ജയിക്കും അമ്മയും കൂടെ ഒന്നിച്ചാണ് മത്സരിക്കുന്നത്. ഇതിൽ ഫോയിൽ പൊളിക്കാനാണ് കുറച്ച് പാട്. പിന്നെ ഹോം ഇപ്പോഴേ പറ്റുള്ളൂ. മാക്സിമം ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇതിൽ മിക്കതും ഫോയിലാണ്. കുറച്ച് ചോക്ലേറ്റ് ഉണ്ട്. എൻ്റെ പ്ലേറ്റ് ക്ലീനായി. കുറച്ച് ബാക്കിലോളൂ, കുറച്ച്. ഗെയിം ജയിച്ചു ഞാൻ. വായിലൊന്നും ഇറക്കിയിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞു. ഞാൻ ജയിച്ചില്ലേ? എന്റെയും കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ജയിക്കൂടി മതിയായോ? അടുത്ത റൗണ്ടിലേക്ക് പോവാം. അപ്പോൾ നമുക്കിനി സെക്കൻഡ് റൗണ്ടിലേക്ക് പോകാം. സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ നോ ഹാൻഡിന് വെച്ചിരിക്കുന്നത് ന്യൂഡിൽസ് ആണ്. അതേപോലെ വൺ ഹാൻഡിന് വെച്ചിരിക്കുന്നത് ബോയിൽഡ് എഗ് ആണ്. ഇത് പൊളിച്ച് വേണം ഒറ്റ കൈ വെച്ച് കഴിക്കാൻ. ഓക്കെ, അപ്പം നമുക്ക് വൈകാണ്ട് ലോട്ടിടാം. ഓക്കെ, അപ്പം ഞാൻ ലോട്ടിടുവാണ്. ഓക്കെ.
എടുത്തു. അയ്യോ, എനിക്ക് നോ ഹാൻഡ് ആണ് കിട്ടിയേക്കുന്നത്. എനിക്ക് വൺ ഹാൻഡ്. എന്താകുമെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. അപ്പൊ നോ ഹാൻഡ് കിട്ടിയിരിക്കുന്ന നൂഡിൽസ് ഞാൻ എടുക്കാം. അവിടെ പോയിരുന്ന് കഴിച്ചു. അവിടെ പോയിരുന്ന് കഴിച്ചു. ഓക്കെ, നമ്മള് ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി, 1 2 3 ഗോ. ജസ്റ്റ് ജയിക്കും വന്നിട്ടുണ്ട്. മുട്ട തരാലോ. ഈ ഗെയിമിൽ ഞാനും ജയിക്കും കൂടെയാണ് കേട്ടോ ഒന്നിച്ച് മത്സരിക്കുന്നത്. ഇതിടക്ക് മൊത്തം പൊടിഞ്ഞു. കഴിഞ്ഞു ഗൈസ്. എന്റെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഞാനാണ് ജയിച്ചത്, പക്ഷെ എന്റെ പ്ലേറ്റ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പൊ ഈ റൗണ്ടിൽ ഞാൻ ജയിച്ചിരിക്കുകയാണ് ഗൈസ്. ഞാൻ ആദ്യം ഞെക്കിയപ്പോഴത്തേക്കും ഫുള്ള് തകർന്നു പോയി. ഞെക്കി പൊട്ടിച്ച് കഴിക്കൽ കുറച്ച് ടാസ്ക് ആണ്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത റൗണ്ടിൽ കാണാം. തീർന്നില്ലേ? കഴിഞ്ഞു. ഓക്കെ, നമുക്കിനി അടുത്ത റൗണ്ടിലേക്ക് കാണാം. അപ്പൊ നമുക്കിനി റൗണ്ട് 3യിലേക്ക് പോവാം. റൗണ്ട് 3യിൽ നമ്മളിവിടെ എടുത്തേക്കുന്നത് 1 ഹാൻഡിന് ബനാന ആൻഡ് നോ ഹാൻഡിന് വാട്ടർമെലൺ. ബനാന കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കടിച്ച് മുറിച്ച് കഴിക്കാതിരിക്കുക. ഒറ്റ ഹാൻഡ് വെച്ച് തന്നെ കഴിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. ലോട്ട് ഇട്ടോളൂ. ഓ മൈ ഗോഡ്, എനിക്ക് കിട്ടിയത് 1 ഹാൻഡ്. ഓക്കെ, എനിക്ക് പിന്നെ നോ ഹാൻഡ് കിട്ടിയിട്ടുണ്ട്. വാട്ടർമെലനാണ്. ഈശ്വര, എന്താകുമെന്ന് അറിയത്തില്ല. പക്ഷെ ഇതുവരെ ഉണ്ടായിരുന്ന ഗെയിമിന്റെ അതൊരു പ്രത്യേകത ഉണ്ട്. നോ ഹാൻഡ് കിട്ടിയ ആളാണ് ജയിക്കുന്നത്. അത് പറയാൻ പറ്റത്തില്ല. അത് ഓരോരുത്തരുടെ കഴിവ് പോലെ ഇരിക്കും. അല്ല, ഇപ്പം കഴിഞ്ഞ 2 റൗണ്ടിലും ഇങ്ങനെയായിരുന്നു. അപ്പൊ ഈ റൗണ്ടിൽ എങ്ങനെ പോകുന്നു നോക്കാം. ഇത്രയും വലിയ വാട്ടർമെലൻ കഴിക്കാനുള്ള കപ്പാസിറ്റി ഇപ്പൊ എനിക്കില്ല. ഒരു നൂഡിൽസ് മൊത്തം ഇപ്പൊ കഴിച്ചിറക്കിയേക്കാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. അത്രയ്ക്ക് പഴുത്തിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് പിന്നെ ഫുൾ പ്രോട്ടീനാണ്. ലൈക്ക് ഡയറ്റ് സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു എനിക്ക് കിട്ടുന്നത്. ആദ്യത്തെ കേക്ക് ഒഴികെ ബാക്കിയല്ല. അയ്യോ, ഞാൻ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. നോക്ക്, എന്നെക്കൊണ്ട് ഇത്രയും സാധിച്ചില്ലേ? ഓക്കെ, ഒരു 50% അടുത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ടിലേക്ക് പോവാം. അപ്പോൾ നമുക്കിനി ഫൈനൽ റൗണ്ടിലേക്ക് പോവാം. ഫൈനൽ റൗണ്ടിൽ 1 ഹാൻഡിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത് ഓറഞ്ചും, നോ ഹാൻഡിന് വെച്ചിരിക്കുന്നത് ആപ്പിളുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം വൈകാണ്ട്
വീഡിയോയിലേക്ക് പോവാം. യെസ്, അപ്പം ഞാൻ ലോട്ടിടുവാണേ. ഓ മൈ ഗോഡ്, എനിക്ക് നോ ഹാൻഡ് ആണ് കിട്ടിയത്. ആപ്പിൾ കഴിക്കാൻ കുറച്ച് പാടാണ്. സാരില്ല, നിന്റെ ഫേവറേറ്റ് ഓറഞ്ച് ആണ് ഇന്നലത്തെ വീഡിയോ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനം ആപ്പിളാണ്, അതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഗസ്റ്റ് അപ്പിയറൻസ് പിന്നെയും വന്നിട്ടുണ്ട്. അവിടെ ജയ്ക്കു തിരിച്ചെത്തി. എന്തോ ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അപ്പം തുടങ്ങാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. പ്ലേറ്റ് താഴെ പോകാതെ ഇരുന്നാൽ മതിയായിരുന്നു. ഇതെന്താ ജയ്ക്കു? ഇതെന്നതാ? ഓറഞ്ച്. അമ്മു കഴിക്കുന്നതെന്നാ? അമ്മു എന്നാ കഴിക്കുന്നത്? ആപ്പിൾ. വെരി ഗുഡ്. ചിക്കുന് ഫ്രൂട്ട്സ് ഒക്കെ അറിയാം അല്ലേ? ഈ ഓറഞ്ചിന് ഇച്ചിരി വലിപ്പം കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. വലിയായിട്ട് എടുത്ത് കഴിച്ചാൽ മതി. പക്ഷെ ഇത് കടിച്ച് കടിച്ച് ഞാൻ കഴിക്കണം. ശരിയാ. ജയ്ക്കു അമ്മുവിന് ഫുൾ സപ്പോർട്ടാന്ന് തോന്നുന്നു. അമ്മു കഴിച്ചോന്നൊക്കെ പറയുന്നുണ്ട്. കഴിക്കാം. കഴിച്ചിട്ട് കാര്യമില്ല, ജയിച്ചിരിക്കാണ്. അങ്ങനെ ആകെ ഞാൻ ജയിച്ചു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ നമ്മുടെ നോ ഹാൻഡ് വേഴ്സസ് 1 ഹാൻഡ് ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് അവസാനിച്ചിരിക്കുകയാണ്. 4 റൗണ്ടിൽ ഞാൻ ഒറ്റൊരു റൗണ്ടേ ജയിച്ചിട്ടുള്ളൂ. ബാക്കി 3 റൗണ്ട് അച്ചാച്ചനാണ് ജയിച്ചത്. ഫുഡിന്റെ കാര്യം ആയതുകൊണ്ട്. അതെ, ഫുഡിന്റെ കാര്യമായിട്ട് എന്തായാലും ഞാൻ ജയിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്നാലും ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തു. മാക്സിമം കഴിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലിടാം. ഞാൻ നല്ലോണം കളിച്ചോ ഇങ്ങനത്തെ ഒരു രീതിയിൽ നിങ്ങളൊന്ന് കമൻ്റ് ഇടുക. അങ്ങനെ നമ്മുടെ 1 ഹാൻഡ് വേഴ്സസ് നോ ഹാൻഡ് ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനിയും നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കുറച്ച് മെസ്സേജസ് ഇന്നത്തെ വീഡിയോയിൽ ഇന്നലെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ജോളോ ചിപ്പ് ചലഞ്ചാണ്. അപ്പോൾ നമ്മൾ ജോളോ ചിപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ ചലഞ്ച് ചെയ്യുന്നതായിരിക്കും. അത് കൂടാണ്ട് കുറേ ഫിറ്റ്നസ് റിലേറ്റഡ് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, അത് നമുക്ക് ഷോർട്ട്ലി സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നേരത്തെ ഒരു 100 days ചലഞ്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷേ കുറച്ച് പേഴ്സണൽ റീസൺസ് കൊണ്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഓൾമോസ്റ്റ് 10 days കഴിഞ്ഞപ്പോൾ എനിക്കത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പം ഇത്രയും പേര് കമൻറ്റിൽ ഇട്ട സ്ഥിതിക്ക് ലൈക്ക് 3-4 കമൻറ്റിന് മുകളിൽ ഫിറ്റ്നസിൻ്റെ തന്നെ റിലേറ്റ് ചെയ്ത് വന്നു. അപ്പം ഞാൻ വിചാരിക്കുന്നു ലൈക്ക് ഇനി ഫിറ്റ്നസിൻ്റെ ആ ഒരു 100 days ചലഞ്ച് ഞാൻ എന്തൊക്കെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്, എൻ്റെ ഫുഡ് റൊട്ടീൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു മെയിൻ വീഡിയോസും പിന്നെ ഡെയിലി എന്തെങ്കിലും അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ വീക്ക്ലി 1 അപ്ഡേറ്റ്സ് വല്ല ഷോർട്സ് ആയിട്ടും ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. പിന്നെ നമുക്ക് വന്നിരിക്കുന്നതാണ് വാക്സ് സ്ട്രിപ്പ് ചലഞ്ച്. അതെന്തായാലും നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ഫ്രണ്ട് വൈകാണ്ട് എത്തുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടും അച്ഛനും കൂടി ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും അത് ചെയ്തിരിക്കും. പിന്നെ ഓഫ്ലൈൻ ഡേ ചലഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെപ്പറ്റി നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതെന്താണ്, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ റൂൾസ് വെക്കാൻ പറ്റുന്ന ഇതെല്ലാം നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് പിക്ക് ചെയ്യും.
ഓക്കെ, ഇത്രയൊക്കെയാണ് കൂടുതലും വന്നിരിക്കുന്നത്. പിന്നെ മേക്കപ്പ് ചാലഞ്ച് വന്നിട്ടുണ്ട്, അതെന്തായാലും ചെയ്യാം. പിന്നെ Q&A വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വൈകാണ്ട് അത് നമ്മൾ ചെയ്യാം. നമ്മളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് Q&Aക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി ഇടാം. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഞങ്ങളുടെ അടുത്ത് നിന്ന് അറിയണം എന്നുള്ളത് നിങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ അടിയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ എന്തായാലും എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ കമൻസാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിച്ചാലേ നിങ്ങൾക്ക് അതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഒരു കാര്യമുണ്ട്, ലൈക്ക് നമുക്കിപ്പം വ്യൂസ് അത്യാവശ്യം വരുന്നുണ്ട്, പക്ഷെ മാക്സിമം നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടന്റ് ഫുള്ളായിട്ട് കാണുവാണെങ്കിലാണ് നമുക്ക് വാച്ച് അവേഴ്സ് വരുന്നത്. അപ്പം നമുക്ക് വാച്ച് അവേഴ്സും കൂടെ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് മുന്നോട്ട് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് അതിൻ്റെതായ ബെനിഫിറ്റ്സ് വരുന്നത്. അപ്പം അങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ പറയുന്ന പോലെയുള്ള ചലഞ്ചസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം കൂടുതൽ കണ്ടന്റും ഇതെല്ലാം വരാൻ വേണ്ടി നിങ്ങൾ മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക, ഫുൾ ലെങ്ത് കാണുക. പിന്നെ ലാസ്റ്റ് വീഡിയോക്ക് നല്ല സപ്പോർട്ടായിരുന്നു, നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും മേടിച്ച് നല്ലതാന്ന് പറഞ്ഞു, ക്വാളിറ്റി നല്ലതാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനിയും പല പല ചാലഞ്ചസ് ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും ഞങ്ങളുടെ കൂടെ വേണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ.